ഹായ്, വെൽക്കം ടു ഡേ 2 ഓഫ് എ ന്യൂ വീക്ക് ന്യൂ ഹോബി സീരീസ്. നമ്മുടെ ഈ ഒരു സീരീസ് മാക്സിമം ഹോബീസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സീരീസാണ്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് എയർ ഡ്രൈ ക്ലേ ആണ്. ഒരുപാട് കാലമായിട്ട് ട്രൈ ചെയ്യണം എന്ന് വെച്ച് പെൻഡിങ് ആയി കൊണ്ടിരുന്ന ഒരു ഹോബിയാണ് കേട്ടോ ഇത്. ഇന്നലെ ക്രാഫ്റ്റ് ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു എയർ ഡ്രൈ ക്ലേ. ക്രാഫ്റ്റ് ഷോപ്പ് ഹോള് പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാക്ക് കയ്യിലെടുത്ത് എന്ത് ചെയ്യണമെന്ന് കുറേ ആലോചിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ ചൂസ് ചെയ്തത്. ഒരു അബ്സല്യൂട്ട് ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഈസി പ്രൊജക്റ്റായി തോന്നിയത് പ്ലെയിൻ ആയിട്ട് വരുന്ന കോസ്റ്റേഴ്സൊക്കെയാണ്. സോ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രെഡ് ഷേപ്പിലുള്ള ഒരു കോസ്റ്ററാണ് ഞാൻ ചൂസ് ചെയ്തത്. അതിലുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെച്ച് പിന്നെ കുറേ യൂട്യൂബ് ട്യൂട്ടോറിയൽസൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു കോസ്റ്റർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ അതൊന്ന് പരത്തിയെടുത്തി കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ഷേപ്പ് അതിലേക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പ്ലെയിനായിട്ട് വരുന്ന ഈ ഒരു പ്രൊജക്റ്റ് ചൂസ് ചെയ്തത് കേട്ടോ. നമ്മൾ ആ ഒരു സർഫസിലേക്ക് നമ്മുടെ ആ ഒരു ബ്രെഡിൻ്റെ ഏകദേശം ഷേപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ടേബിളിൽ എന്തെങ്കിലും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് റാപ്പറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. കാരണം ഇതൊക്കെ ഇങ്ങനെ ടേബിളിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്ലോവും കൂടെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ അതിൻ്റെ സൈഡിൽ കൂടെ ആ ഒരു ബ്രെഡിൻ്റെ ഷേപ്പ് ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ആ ഒരു ക്ലേ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ഒരു നമ്മൾ എടുത്ത പാക്കറ്റ് കറക്റ്റായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഹാർഡായി പോവും ബാക്കി വരുന്ന ക്ലേ. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട് അതിൻ്റെ ആ ഒരു നമ്മൾ 2 പീസായിട്ടായിരുന്നല്ലോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൽ ആ ഒരു ബേസിലേക്ക് നമ്മൾ ചെയ്ത് വെച്ച ആ ഒരു സൈഡ് ഒന്ന് നല്ലപോലെ ഒട്ടിച്ചെടുക്കുക. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് സ്പൂണോ കാര്യങ്ങളോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഇതൊരു ഓയിൽ പേസ്റ്റലിൻ്റെ നമ്മൾ ചെയ്യുന്ന ഒരു ടൂളാണ്. നിങ്ങൾക്ക് സ്പൂണ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഈർക്കിലിയോ എന്തെങ്കിലും ഉപയോഗിച്ച് അതൊന്ന് റഫാക്കി എടുത്താൽ മതി. അതവിടെ ആ ഒരു സർഫസിൽ സ്റ്റിക്കായി കിടന്നോളും. നിങ്ങളുടെ കമൻറ്റുകളിൽ നിന്ന് പിക്ക് ചെയ്യുന്ന ഓരോ ഹോബീസാണ് കേട്ടോ നമ്മൾ ഓരോ വീക്ക് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഹോബിയായിട്ട് എന്താണ് എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒന്ന് കമൻ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ലക്ഷദ്വീപ് കഥകളും ന്യൂ ഹോബി സീരീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്